leading 820. In jumping situation, what a subin! മനോഹരമാകുന്ന 2 പോയിന്റുകൾ. What a jump! സംഘശക്തി 2-1 2-1. ആദർശന്റെ മുന്നേറ്റം. പൊക്കി പിടിച്ചെടുത്ത് നേടി ആദർശനെ മടക്കി പോയിന്റ് ആക്കി റെഡ് വേൾഡ് കൊപ്പലിന്. ഏത് കൊലകൊമ്പനെയും അട്ടിമറിക്കാൻ പാകത്തിൽ ഡിഫൻസിന്റെ പരിശീലന കളരിയിൽ നിന്ന്, അങ്ങകലെ കൊപ്പലിന്റെ മണ്ണിൽ നിന്ന്, അറബിക്കടലിന് നീലത്തിരമാലകൾ മുത്തമിടുന്ന മണ്ണിൽ നിന്ന്, ദിവസേന കഠിന പ്രയത്നത്തിന്റെ പ്രതിഫലത്തിൽ നിന്ന് പരിശീലന കളരിയിലെ അവസാന തടവും റാഗിമിനിക്ക് തേച്ചമനിക്ക് തൊട്ടാൽ പൊള്ളുന്ന എണ്ണം പറഞ്ഞ പടയാളികളുമായി വരുന്നുണ്ട്. ഏത് വമ്പത്തരങ്ങൾ കാട്ടുന്ന പടയോട്ടത്തിന് മുന്നിലും കാവൽ നിൽക്കാൻ ചങ്കുറപ്പോടെ പരവരുന്നവർ. ലെറ്റ്സ് വെൽക്കം ദി ടീം റെഡ് വേൾഡ് കൊപ്പൽ. മറുകര വരാം. കാറ്റ് വന്നിട്ടും മഴ വന്നിട്ടും പേമാര് വന്നിട്ടും ഇടിമുടക്കങ്ങൾ ഘർഷാരവങ്ങൾ മുടക്കിയിട്ടും കായിക കളത്തില് എന്നുമെന്നും വിജയത്തിന്റെ പൊന്നിൻ കിരീടങ്ങൾ ചാർത്തിയ താരാധിപൻ ചക്രവർത്തിമാർ, താരത്തമ്പുരാക്കന്മാർ, സപ്തഭാഷകളുടെ സംഗമഭൂമിയിൽ 7 പടവീരന്മാർ അങ്ങനെ വാളും പരിചയും ഏന്തി നിന്ന നിൽപ്പിൽ കായിക കളിക്കളരിയിലേക്ക് ചടുല ചുവടുകൾ കാട്ടി വമ്പനും കൊമ്പനും വില്ലനും മല്ലനും വീരനും വന്ന ഇതിഹാസങ്ങൾ രചിക്കാൻ കാസർഗോഡൻ കബഡിയിൽ തിളക്കം കാഴ്ചവെക്കുന്ന നക്ഷത്രത്തെ പോലെ തിളങ്ങി നിൽക്കുന്ന ആകാശത്തിന്റെ നീലമയിൽ ഉദിച്ച സൂര്യ തേജസ്സിനെ പോലെ ഓജസ്സോടെ തിളങ്ങി നിൽക്കുന്ന കായിക കരുത്തുള്ള കാട്ടാന കൂട്ടങ്ങൾ വരുന്നുണ്ട്. ഇനി രണപേരുകൾ മുടങ്ങും, കളമുന്നിളകും, കയ്യടികളുടെ താളമേളങ്ങൾ പിറക്കും, ആവേശത്തിന്റെ കുടുംബികൾ ഇളകും. ആൻഡ് ദ ടീം സംഘശക്തി മധു. പ്രിയമുള്ളവരെ, ഇനിയാണ് കളി, ആവേശക്കളി, അവസാനത്തെ കളി, പൂരക്കളി, വിജയത്തിന്റെ ആരവങ്ങളിൽ അലിഞ്ഞു ചേരുന്ന പെരുങ്കളി. കളത്തൂരിന്റെ മണ്ണിലെ കായിക കരുത്തിലേക്ക് വിജയത്തിന്റെ ആരവങ്ങളിൽ അലിഞ്ഞു ചേരാൻ ഒരു ഭാഗത്ത് ഇവിടെ സംഘശക്തി മധൂരുണ്ട്. കോഴിക്കോടിന്റെ മണ്ണിൽ സാമൂതിരി രാജാവിന്റെ പടക്കോപ്പിന് ഏറ്റവും മനോഹരമായി കാവൽ നിന്ന കുഞ്ഞാലി മരക്കാരുടെ കഥ പറയുന്ന പെരുമ്പോരാട്ടത്തിന്റെ അധിനിവേശ ശക്തികൾക്ക് ചെറുത്തു തോൽപ്പിച്ച ആ മണ്ണിൽ നിന്ന് കോഴിക്കോടിന്റെ കരുത്തനായ ആദർശിനെ അണിനിരത്തുകയാണ് സംഘശക്തി മധുരെങ്കിൽ മറുഭാഗത്ത് കാസർഗോഡൻ കബഡി കളരിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ വജ്രശോഭയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന താരബലത്തിന്റെ കരുത്തുമായി എതിരാളികളെ മലർത്തിയടിക്കുന്ന മല്ലന്മാരുമായി ആ പെരുമ്പോരാളികളുണ്ട്. റെഡ് വേൾഡ് കൊപ്പൽ. കണ്ട കളിയക്കാരെ ഗൗരവമാർന്ന ഒരു മത്സരം ഇതാ നിങ്ങൾക്കായി കാഴ്ചവെക്കാൻ പോവുകയാണ്. നേരത്തെ കണ്ടതൊക്കെയും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനിയാണ് ശരിക്കുമുള്ള പൂരം ഇവിടെ തുടങ്ങുന്നത്. ആകാശനീലിമ കറുത്തുരുണ്ട് കഴിഞ്ഞു. ഇനി മേഘപാളികൾ കൂട്ടിമുട്ടി ഇടിമുഴക്കം വന്നാലും പേമാരികൾ മെല്ലെ മെല്ലെ വന്നു പെയ്തു പോയാലും കളിയാരവത്തിൽ കളിയൊന്നും പെരുകുമെന്ന കാര്യം തീർച്ചയാണ്. പ്രിയമുള്ളവരെ, മത്സരത്തിൽ താരങ്ങളുമായി പരിചയപ്പെടുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് പൊതുപ്രവർത്തകൻ CA സുബൈർ, അതോടൊപ്പം പ്രിയപ്പെട്ട KC മോഹൻ, പൃഥ്വിരാജ് ഷെട്ടി, സംഘാടക സമിതി അംഗങ്ങളായിട്ടുള്ളവർ, ക്ലബിന്റെ ഭാരവാഹികൾ, മൊയ്തു കുമ്പള അടക്കമുള്ളവരെയൊക്കെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. മത്സരത്തിന്റെ ഉജ്ജ്വലമാകുന്ന പോരാട്ടത്തിന്റെ പോർക്കളമൊരുക്കി സംഘശക്തി മധൂർ മറുഭാഗത്ത് റെഡ് വേൾഡ് കൊപ്പലിന്റെ താരനിബിഡങ്ങളും ചേരുകയാണ്. കായബലത്തിന്റെ കേളീരവം തീർക്കുന്ന കളത്തൂരിന്റെ മണ്ണിന്റെ ചരിത്രത്തിലുടനീളം സഞ്ചരിച്ചാൽ ഈ സീസണിലെ ഏറ്റവും മികച്ച പോരാട്ടത്തിന് തിരികൊളുത്തിയ ഫ്രണ്ട്സ് കളത്തൂർ. ഏറ്റവും നല്ല മനോഹരമാകുന്ന പവർഫുൾ ഗെയിമുകൾക്ക് കാലം സാക്ഷ്യം വഹിച്ച ഈ മനോഹരമാകുന്ന മണ്ണ് നവംബർ 30 ഒരു പകലിൽ നിന്ന് അസ്തമയം കുറിച്ച് ഒരു രാത്രിയിലേക്ക് കടന്നപ്പോൾ പിന്നെ കളകളാരവം മുഴക്കിയുടെ കിളികളുടെ കളകളനാദം കേട്ടുണർന്ന് ഇന്നിന്റെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയെ ലക്ഷ്യമാക്കി ചെമ്പരത്തിയുടെ ചെഞ്ചായമണിയുമ്പോൾ കളത്തൂരിന്റെ മണ്ണിന്റെ ആധുനിക ഇറ്റാലിയൻ യൂറോ ലാമ്പുകൾ മിന്നിമറിയുന്ന
ഈ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് സൈനാഥ് ഷെട്ടി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള കഠിനമാകുന്ന പ്രയത്നത്തിന്റെ പ്രതിഫലനത്തിന്റെ പോർക്കളത്തിലേക്ക് കരുത്തരിൽ കരുത്തരായ താരബലത്തിന്റെ ഇതിഹാസപൂർണമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. എണ്ണം പറഞ്ഞ 16 ടീമുകൾ, 16ലും കേരളത്തിന്റെ മലയാള മണ്ണിന്റെ ഉജ്ജ്വലമാകുന്ന താരത്തമ്പുരാക്കന്മാർ ഗസ്റ്റ് താരമായി വന്നു. പിന്നെ കളിയും അഴകും മികവും തികവും സ്വായത്തമാക്കി. ആദ്യ റൗണ്ട് മുതൽ തുടങ്ങിയ ആവേശത്തിന്റെ ആവനാഴി അതിന്റെ അവസാന ഘട്ടത്തിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വരെ നീണ്ടു നിന്നു. 2 സെമി ഫൈനൽ കഴിഞ്ഞ അവസാനം ഇതാ ഫൈനൽ പ്രവേശനത്തിൽ മുത്തമിടാൻ കാത്തിരിക്കുന്നു പെരുമ്പോരാളികൾ. കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് ലിസ്റ്റിലെ കൊമ്പന്മാരും ഈ വർഷം ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ പ്രതാപശാലികളും റെഡ് വേൾഡ് കപ്പലിന്റെ കൗമാര പ്രായത്തിൽ അംഗക്കളരിയിൽ അവസാന തടവും സ്വായത്തമാക്കാൻ കേൾപ്പുള്ള പ്രതിയോഗികൾ. മറുഭാഗത്താണെങ്കിൽ സംഘശക്തി മധൂരിന്റെ താരത്തമ്പുരാക്കന്മാർ. ഇവിടെ എന്തും സംഭവിക്കാം. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റാവും, കൊടുങ്കാറ്റ് മിന്നൽ പിളർപ്പാവും, മിന്നൽ പിളർപ്പ് ഇടിമിന്നലാകും, ഇടിയിൽ പേമാരി പെയ്തിറങ്ങുന്ന ഉജ്ജ്വലമാകുന്ന മഴവെള്ളപ്പാച്ചിലാകും. പിന്നെ കളിമാറും ഗതിമാറും. ഈ ആവേശക്കളരിയിൽ കളത്തൂരിന്റെ മണ്ണും മനസ്സും ഇതാ കബഡിക്ക് വേണ്ടി നിലകൊള്ളുന്നു. Let's welcome the team. This time it's all of you welcome Sanghashakti Madur and Red Bull Koppal. The final 0-0. The match on over to referee. മത്സരങ്ങൾ ഇത്രയും നേരം വന്നു കണ്ടവർ നിന്ന് കണ്ടവർ സംഘാടക സമിതിയുമായി സഹകരിച്ചവർ എല്ലാവർക്കുമുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഒപ്പം മത്സരം നിയന്ത്രിച്ച റഫറി പാനൽസിനുള്ള നന്ദി സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് സൂപ്രാൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സിന് ഒന്നുകൂടി രേഖപ്പെടുത്തുകയാണ് നന്ദി. ഒപ്പം എല്ലാവർക്കും സ്നേഹം. ഓവർ ടു റഫറീസ്. The match is on, still 0-0. Sanghashakti Madur and Red Bull Koppal. ആദർശ് എന്ന പടയാളി പടയോട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ആദ്യത്തെ റൈഡ് പൊന്നാക്കി മാറ്റാനാണ് ആദർശ്. അവിടെയുമുണ്ടൊരു ആദർശ്, ഇവിടെയുമുണ്ടൊരു ആദർശ്. This time it's clearly take on. കൃത്യമായൊരു പോയിന്റ്. കോഴിക്കോടിന്റെ ആദർശും കാസർഗോഡിന്റെ ആദർശും തമ്മിലാണ് പോരാട്ടം. ഫൈനലിന്റെ മികച്ച പോരാട്ടത്തിൽ ആവേശങ്ങൾ എന്താകുമെന്ന് കാണാൻ കാത്തിരിക്കുന്ന കായിക പ്രേമികൾക്ക് മുന്നിൽ മറ്റൊരു പോരാട്ടം. കരുത്തനായ താരം വിനീഷ്, ആറാട്ടുകടവിന്റെ അധികായൻ, നീലപ്പൊന്മാനെ പോലെ നീലിമയിൽ അലിഞ്ഞു ചേർന്ന നീലാകാശം കൈയടക്കിയ ഫ്രണ്ട്സ് ആറാട്ടുകടവിന്റെ കരുത്തൻ കേമൻ. 1-0. കരുത്തുകാട്ടി മികവോടുകൂടി മടക്ക ടിക്കറ്റ് നൽകുന്ന വിനീഷിന് റൈഡിൽ തന്നെ 1-1 ആദർശ് ഫ്രം കോഴിക്കോട്. കാസർഗോഡ് ഇൻവിറ്റേഷൻ കളിയുടെ ആരവങ്ങളിൽ അലിഞ്ഞു ചേരുന്ന പ്രതാപശാലി. അറേബ്യൻ മണ്ണിൽ ഏതൊരു ഇൻവിറ്റേഷൻ കളിയുണ്ടെങ്കിലും അവിടെ സ്ഥിരമായ ഒരു പേരുണ്ടാകും, അതാണ് ആദർശ് കോഴിക്കോട്. This time it's clearly taken. സിമ്പിളായി കൃത്യമായി ഡീസന്റായി പ്ലേ മേക്ക് ചെയ്യുന്ന പ്രതിഭ. Now the still 1 more point for സംഘശക്തി. 2-1. 2-1. It's 1-2. ആദർശിന്റെ മുന്നേറ്റം. പൊക്കി പിടിച്ചെടുത്ത് നേടി ആദർശിനെ മടക്കി പോയിന്റ് ആക്കി റെഡ് വേൾഡ് കൊപ്പലിന് മുന്നിൽ സംഘശക്തി 1-3. 1-3. This time it's clearly taken dash. അവിടെ ഒരു ആദർശിനെ പൊക്കിയാൽ ഇവിടെയും ഒരു ആദർശിനെ പൊക്കും. 2-3. 2-3. 2-3. ഒരു പോയിന്റ് മാത്രം അകലം. കൃത്യമായൊരു വാട്ടർ റൈറ്റ്. This is a favor for Vinesh. 3-3. 3-3. പുനിത്ത
കൃത്യമായൊരു ബോണസ് പോയിന്റ് നേടി പുനിത്തിന്റെ മടക്കം ഈ സമയം 4-3 4-3. എന്തും സംഭവിക്കാമെന്ന മട്ടിൽ ഏത് വിധേനയും കളി തിരിച്ചു പിടിക്കാൻ രണ്ട് ടീമിനും കഴിയും. കാരണം രണ്ട് ടീമിന്റെയും മത്സരത്തിന്റെ പ്ലേ മേക്കിംഗ് അത് ഡിഫെൻഡിംഗ് ആണ്. കാത്തിരുന്ന വിനീശനം നേടുന്നു. ശക്തമായൊരു മുന്നേറ്റം. 3-5 3-5. Back to game, Mr. Adarsh from Kozhikode. ലൈവിൽ ഒരുപാട് ആളുകൾ ഈ മത്സരം കാണുന്നുണ്ട്. ലൈവിൽ മത്സരം കാണുന്ന പ്രിയപ്പെട്ട കബഡി പ്രേമികൾക്ക് സ്നേഹത്തോടെ നന്ദി. ലൈവിൽ ഒരു ഹായ് തരണമെന്ന് കൂടി അറിയിക്കുകയാണ്. ഹായ് വ്യൂവേഴ്സ് from RGB live viewers. Now the still it's Nived from Gopal. 3-5 3-5. ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി. കളി അവസാന നിമിഷത്തിൽ സെമി ബർത്ത് കരസ്ഥമാക്കാൻ കഴിയുമോ, 12 മണിക്ക് എൻറ്റർ ചെയ്യാൻ കഴിയുമോ എന്ന് പേടിച്ചിരുന്ന സമയത്ത് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നടത്തിയൊരു മനോഹരമാകുന്ന ഒരു കബഡി ടൂർണമെന്റാണിത്. സംഘാടക സമിതിയുടെ നിസ്സീമമായ പിന്തുണ, ഒഫീഷ്യൽ പാനലിലെ കൃത്യമായ ഇടപെടൽ, എല്ലാം കൊണ്ടും സജീവത. അങ്ങനെ മത്സരം കരുത്താക്കി. 5-5. ഇരുകൂട്ടരും സമബലം. ബലാബലം ബലാബലം. ആഹാഹാ, വാട്ടർ റൈഡിംഗ്. ആദർശിനെ തൊട്ട് മടങ്ങി. Now this 5-6 5-6. ഒറ്റ പോയിന്റിന്റെ അകലം. കരുത്തരായ നവോദയ പരിപാലനത്തിന് മുന്നിൽ പതറാതെ മത്സരിച്ച് ഫൈനൽ പ്രവേശനം കുറിച്ചവരാണ് റെഡ് വേൾഡ് കൊപ്പൽ. മറുഭാഗത്ത് ബാഡൂരിന്റെ കരുത്തിന് മുന്നിൽ ചോരാത്ത വിസ്മയമായി വന്നവരാണ് സംഘശക്തി മധൂർ. 5-6. ബോണസ് പോയിന്റ് 7-5. ഡിസംബർ 7-ാം തീയതിയാണ് അടുത്ത ഇൻവിറ്റേഷൻ കബഡി ഫെസ്റ്റ് ബേവിഞ്ചയിൽ വെച്ച് നടക്കുകയാണ്. ചെർക്കള ബേവിഞ്ചയിലാണ് മത്സരം. മുഴുവൻ കായിക പ്രേമികളെയും ക്ഷണിക്കുകയാണ്. $5-7 5-7. മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി ആദർശിന്റെ മടക്കം ഈ സമയം. It's time out call for Red World. 5-9.
Do or die raid. It's a do or die. 5-9 എന്ന നിലയിൽ മത്സരം 4 പോയിന്റ് അകലത്തിൽ മത്സരം മുന്നോട്ട് നിൽക്കുന്നു സംഘശക്തി. ലീഡ് പിടിച്ചെടുത്താൽ പിന്നെ എതിരാളികളെ വിറപ്പിച്ച് മത്സരിപ്പിക്കും അവർ. It's a bonus point taken clearly. 6-9. 6 മറിച്ചിട്ടാൽ 9, 9 തിരിച്ചിട്ടാൽ 6. 6-9. ഏത് വിധേനയും കൊമ്പനെ പിടിക്കണമെന്ന മട്ടിലാണ് കരുത്തർ. പക്ഷെ വിഫലമാക്കി മാറ്റി ആദർശന്റെ കൃത്യമായ എക്സ്പീരിയൻസ്, മികവുള്ള റൈഡിംഗ് സിറ്റുവേഷൻ. 6-9. വീണ്ടും മത്സരം അതിന്റെ കഠിനമാകുന്ന നിമിഷം. 3 പോയിന്റ് അകലമാണ്. ഇറ്റ്സ് ടൈം ഔട്ട് കോൾ ഫോർ സംഘശക്തി മധു. ആറ് 9. ആ തിരിമറിയും ഇതുവരെ മാറിയിട്ടില്ല. ആറ് 10. It's a bonus point. 7-10, 7-10. Now the super tackle opportunity will making here the situation. Clearly taken one more point. 11-7 എന്ന രീതിയിൽ കൃത്യമായ ആദ്യ പകുതിക്ക് വിരാമം കുറിച്ച് സംഘശക്തി മധുരവയുടെ ലീഡ് പിടിക്കുന്നുണ്ട്. 7-11. വരാനിരിക്കുന്ന സമയം ഇനിയുള്ള 10 മിനിറ്റ് അതിന്റെ കഠോര നിമിഷങ്ങൾ സംജാതമാക്കും. ലീഡിലേക്ക് വന്നാൽ ആ ലീഡ് മറിച്ച് വിട്ടുകൊടുക്കുന്ന പതിവ് സംഘശക്തി മധുരിനില്ല. പക്ഷേ ഏത് ലീഡിലേക്ക് പോയാലും അതിനെ മറികടക്കാൻ പാകത്തിലാണ് റെഡ് വേൾഡ്. അലക്കടിപ്പിന്റെ കൊണ്ട ഒരു 5000ന്റെ ആൾ ഇവിടെ എവിടെയോ ഉണ്ട്. കൗണ്ടർ ഫയൽ കയ്യിലെടുത്തോളൂ. നമ്മൾ ആ ലക്കടിപ്പിന്റെ ആയില്ലേ ബാബ ആദർശൻ എടുക്കട്ടെ. ആദർശ് നല്ലൊന്ന് കുലുക്കിക്കോ. 5000 രൂപ ആർക്കാണ് എന്ന് നമുക്ക് കണ്ടറിയാം. നമ്പർ 1 7. ഇതുവരെ ശരിയാണോ? 6. അത്ര തന്നെ. 1 7 6 176. 176 ആണ് 5000ന്റെ ആൾ. 7-11. കളിക്കളത്തിൽ ആവേശഭരിത മുഹൂർത്തം ഇതിൽ വിരിയുന്നു. ദിസ് ഈസ് എ സൂപ്പർ ടാക്കൽ ഓപ്പർച്യൂണിറ്റി. നിവേദ് ഫ്രം ദ
രണ്ടുപേരെയും തൊട്ടുമടങ്ങി മാറിയെടുത്തു. 2+2 4 പോയിന്റ്. 15-7. ഒരു റീബാക്കിംഗിൽ ഓൾ ആർ എൻട്രി. മറികടക്കാൻ പാകത്തിൽ കിട്ടുമോ നേടുമോ കണ്ടറിയണം. 7-15. This is clearly taken. 7-16. 7-16. 7-16. വീണ്ടും വീണ്ടും പോയിന്റുകൾ സംഘശക്തി മധൂർ വാരിക്കൂട്ടുന്നു ഈ സമയം. പുനിത് മാൻ ഈസ് ഓൺ റൈഡിംഗ്. It's blocking dash. അങ്ങനെ കരുത്തു കാട്ടി നേടിയെടുക്കുന്നു മറ്റൊരു പോയിന്റ്. പുനിത്തിനെ മടക്കുന്നുണ്ട്. 8-16. ഇനി രണ്ടും കൽപ്പിച്ച് റെഡ് വേൾഡ് കൊപ്പലിന്റെ പോരാട്ടം. രണ്ടാം പകുതിയിൽ ഒരു പാകപ്പെടുത്തിയെടുക്കുന്ന പോരാട്ടം. വീണ്ടും വീണ്ടും കരുത്തു കാട്ടി നേടുന്ന പോയിന്റുകൾ ഇഞ്ചകലത്തിൽ നിന്ന് മറികടന്ന് നേടുന്നു സംഘശക്തി മധൂർ. അതിന്റെ കരുത്ത് പ്രകടമാക്കുന്ന സമയം. 8-17. 8-17. എന്തും സംഭവിക്കാമെന്ന മട്ടിലുള്ള മത്സരത്തെ കൃത്യമാക്കി തങ്ങളുടെ പാകപ്പെടുത്തി കൈവെള്ളയിലേക്ക്. എട്ട് 17. വീണ്ടും വീണ്ടും പോയിന്റുകൾ. ഏത് വമ്പനെയും പിടിച്ചു മുറുക്കാൻ കേൾപ്പുള്ള സംഘശക്തി. 8-18. 8-18. 10 പോയിന്റിന്റെ വ്യക്തമായ ലീഡിലേക്ക് മത്സരം. What a defending game സംഘശക്തി. ആഹാ, വീണ്ടും വീണ്ടും പോയിന്റുകൾ. 8-19. 8-19. 8-19. സുബിൻ ദ മാൻ. മറികടക്കാൻ കഴിയാതെ സംഘശക്തി മധൂരിന്റെ കരുത്തിന് മുന്നിൽ റെഡ് വേൾഡ് കൊപ്പൽ. പവർഫുൾ ലീഡിംഗ്. 8-20. 8-20. മനോഹരമാകുന്ന 2 പോയിന്റുകൾ. വാട്ട് എ ജമ്പ്. പ്രിയമുള്ളവരെ,
തുളുനാടിന്റെ സമ്പൽ സമൃദ്ധി ഏറ്റുകിടക്കുന്ന സാംസ്കാരിക ഭൂമികയായ ബദിയടുക്കയുടെ മണ്ണിൽ ഒരു നാഷണൽ ലെവൽ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് ഫെബ്രുവരി മാസം 22-ാം തീയതി നടക്കുകയാണ്. 50,000 രൂപ പ്രൈസ് മണിക്ക് വേണ്ടിയുള്ള പെരുമ്പോരാട്ടമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് ബദിയടുക്കയിൽ ഫെബ്രുവരി 2-ാം തീയതി നടത്തപ്പെടുകയാണ്. മുഴുവൻ കായിക പ്രേമികൾക്കും സ്നേഹത്തോടെ സ്വാഗതം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവിയുടെ നേതൃത്വത്തിൽ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് ഫെബ്രുവരി 1-2 തീയതികളിൽ നടത്തപ്പെടുകയാണ്. അപ്പം നാളെ അവിടെയും കൂടി മത്സരമുണ്ട്. നീലാങ്കര ദിനേശൻ മെമ്മോറിയൽ കബഡി ടൂർണമെന്റ് നാളെ നടത്തപ്പെടുകയാണ്. മുഴുവൻ കായിക ആസ്വാദകരെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. Last 5 minutes for the full time. Oh. This time it's clearly time for landing performing. കരുത്തോടെ മികവോടെ മത്സരത്തിൽ മറ്റൊരു ടാക്കിൾ പോയിന്റ്. സൂപ്പർ ടാക്കിൾ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നേടിയെടുക്കുന്ന ആദർശനെ തന്നെ മടക്കി അയക്കുന്ന സമയം. (10-22) (10-23) 10-23. This climb bonus +1. Last 4 minutes for the full time. 12-24. 12-24. മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഠിനമാകുന്ന പ്രയത്നം നടത്തുന്നുണ്ട്. +2 for point. All are entry again. Red World Couple. 12-28. 12-28.
12:28 12:28 വരാനിരിക്കുന്ന സമയങ്ങളിൽ ഒരു അട്ടിമറി ഉണ്ടായാൽ അങ്ങനെ മത്സരം അതിന്റെ പരിപൂർണതയിലേക്ക് ശക്തമായ വ്യക്തമായ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ സംഘശക്തി മുതൽ വീണ്ടും വിജയം കൈവരിക്കുന്നു. സീനിയർ കബഡിയിൽ നിന്ന് ഇൻവിറ്റേഷൻ കബഡിയുടെ ചുവടുകളിൽ അവർ വീണ്ടും കേമന്മാരാണെന്ന് തെളിയിക്കുന്നു. റെഡ് ബേർഡ് കൊപ്പലിന് മുന്നിൽ അനായാസ വിജയം 13-നെതിരെ 28 പോയിന്റുകൾ. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. വന്നവർ, ഇരുന്നവർ, കേട്ടവർ, കണ്ടവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, കൂടെ നിന്നവർ, ചേർത്ത് പിടിച്ചവർ, ഏറ്റവും മനോഹരമാകുന്ന ഇൻവിറ്റേഷൻ കബഡിയുമായി സഹകരിച്ചവർ, ടീമുകൾ, അതോടൊപ്പം പ്രിയപ്പെട്ട കായിക പ്രേമികൾ, എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഒന്ന് ഒരു ചായയൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക. ഉറക്കമൊഴിച്ചവരാണ്, ഒരുപാട് ദൂരെ പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സേഫ് ജേർണി, ഹാവ് എ സേഫ് ഡേ, ഹാവ് എ സേഫ് ഹോളിഡേ. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. പ്രിയമുള്ളവരെ, ഒരു അപ്ഡേറ്റ് കൂടി അറിയിക്കുകയാണ്. മാർച്ച് 3-ാം തീയതി കുമ്പളയിൽ വെച്ച് വലിയൊരു ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് നടക്കുകയാണ്. മുഴുവൻ കായിക പ്രേമികളെയും ക്ഷണിക്കുകയാണ്.